ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇനി നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങൾ എങ്ങനെയാണ് അതിനെ വീണ്ടെടുക്കേണ്ടത്, എങ്ങനെയാണ് ഖളാ വീട്ടേണ്ടത്, അതിനൊക്കെ കുറിച്ചിട്ടാണ് പറയുന്നത്. മുസന്നിഫ് പറയുന്നു, നഷ്ടപ്പെട്ടു പോയ നിസ്കാരം അത് ഖളാ വീട്ടൽ കൊണ്ട് വേഗമാക്കേണ്ടതുണ്ട്. പെട്ടെന്ന് തന്നെ അതിനെ ഖളാ വീട്ടണം. ആ നിസ്കാരത്തെ നിലവിലുള്ള ഖളാ ആയി പോവാത്ത നിസ്കാരത്തേക്കാൾ മുന്തിക്കുകയും വേണം. ഒരാൾക്ക് നഷ്ടപ്പെട്ടു പോയ നിസ്കാരമുണ്ട്, എന്നാൽ അവനിപ്പോൾ നിലവിൽ ഒരു ഫർള് നിസ്കാരം നിസ്കരിച്ചിട്ടില്ല. ഉദാഹരണത്തിന് ളുഹ്ർ നിസ്കരിക്കുകയാണ്, അപ്പോൾ അവന് സുബഹി നിസ്കരിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ ളുഹ്ർ നിസ്കരിക്കുന്നതിൻ്റെ മുമ്പേ തന്നെ അവനെന്ത് ചെയ്യണം? സുബഹി നിസ്കരിക്കണം. ഇനി റാത്തിബായ നിസ്കാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് നിസ്കാരത്തിൻ്റെ മുമ്പും പിമ്പൊക്കെ നിസ്കരിക്കുന്ന റവാത്തിബ് സുന്നത്തുകളുണ്ടല്ലോ, 2 റക്അത്ത് വീതമുള്ള, അവകളെ സുന്നത്തായിട്ട് അവന് നേരത്തെ നഷ്ടപ്പെടുത്തിയ നിസ്കാരം ഉദുറോടുകൂടെ, അതായത് വല്ല കാരണങ്ങൾ, ശർഈയായ കാരണങ്ങൾ ഉണ്ടായിട്ടാണ് ആ നിസ്കാരം നഷ്ടപ്പെട്ടു പോയത് എങ്കിൽ സുന്നത്തായിട്ട് ആ റവാത്തിബായ നിസ്കാരങ്ങൾ ബന്ധിപ്പിക്കണം. അപ്പോൾ റവാത്തിബായ നിസ്കാരങ്ങളെ നഷ്ടപ്പെട്ടു പോയ നിസ്കാരത്തേക്കാൾ മുന്തിക്കുക ചെയ്യാം, നിർബന്ധമില്ല. പക്ഷേ ആ റവാത്തിബ് സുന്നത്തുകളെ ബന്ധിപ്പിക്കലാണ് സുന്നത്ത്. എന്നാൽ അവന് ഉദറില്ലാതെയാണ് നഷ്ടപ്പെടുത്തിയത്, ഒരു കാരണമില്ലാതെയാണ് സുബഹി നിസ്കാരം ഖളാ ആക്കിയത്. അങ്ങനെയാണെങ്കിൽ, അപ്പോൾ കാരണം എന്ന് പറയുമ്പോൾ ഉറക്ക്, അതുപോലെ മറവി, ഇതൊക്കെ കാരണങ്ങളിൽപ്പെട്ടതാണ്. ഈ കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോയ നിസ്കാരമാണ്, ഈ കാരണങ്ങൾ കൊണ്ടല്ലാതെ നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങളാണെങ്കിൽ നിർബന്ധമായിട്ടും ആ റവാത്തിബ് സുന്നത്തുകൾ നഷ്ടപ്പെട്ടു പോയ നിസ്കാരത്തേക്കാൾ ബന്ധിപ്പിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന്, അവന് ളുഹ്ർ നിസ്കരിക്കുകയാണ്, സുബഹി നിസ്കരിച്ചിട്ടില്ല. അപ്പോൾ അവന് റവാത്തിബ് സുന്നത്തുകളുണ്ട്. അവൻ ആ സുബഹി ഉദുറോടുകൂടെയാണ് നഷ്ടപ്പെടുത്തിയത്. അവൻ ഉറങ്ങിപ്പോയതാണ്, അമിതമായ ഉറക്കം കൊണ്ട് അവൻ അറിഞ്ഞില്ല. അങ്ങനെയുള്ള ഉദുറോടുകൂടെയാണ് അവന് നഷ്ടപ്പെടുത്തിയത്. അപ്പോൾ അവന് ആ റവാത്തിബ്, ളുഹ്റിൻ്റെ റവാത്തിബ് സുന്നത്തുകൾ, അല്ലെങ്കിൽ ളുഹ്റിൻ്റെ അല്ല, സുബഹിൻ്റെ റവാത്തിബ് സുന്നത്തുകൾ, സുബഹിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത്, അതുപോലെ ളുഹ്ർ നിസ്കാരം, ളുഹ്റിൻ്റെ റവാത്തിബ് സുന്നത്തുകൾ, ഇവകളൊക്കെ നിസ്കരിക്കുന്നതിനേക്കാൾ മുമ്പേ അവന് സുബഹി നിസ്കരിക്കണം. എന്നിട്ട് സുബഹിൻ്റെ ആ റവാത്തിബ് സുന്നത്തുണ്ടല്ലോ, അത് നിസ്കരിക്കുക. എന്നിട്ട് ളുഹ്റിൻ്റെ റവാത്തിബ് മുമ്പുള്ളതാണെങ്കിൽ മുമ്പ് നിസ്കരിക്കുക, എന്നിട്ട് ളുഹ്ർ നിസ്കരിക്കുക. ഇങ്ങനെയാണ് അതിൻ്റെ ഓർഡർ. ഇത് ഈ റവാത്തിബിൻ്റെ കാര്യം പറയുമ്പോൾ ഇത് ഉദുറോടുകൂടെയാണെങ്കിൽ സുന്നത്താണ്. ഇങ്ങനെ തർത്തീബ്, ഈ റവാത്തിബിനെ ബന്ധിപ്പിക്കൽ സുന്നത്തായത്. ഇനി ഉദറില്ലാതെയാണ് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നിർബന്ധമായിട്ടും ഈ റവാത്തിബിനേക്കാൾ ആ നഷ്ടപ്പെടുത്തി പോയ നിസ്കാരം നിർവഹിക്കണം. ഇനി ഒരാൾക്ക് ഉദറില്ലാതെ, കാരണമൊന്നും ഇല്ലാതെ 5 വക്ത് നിസ്കാരം ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നഷ്ടപ്പെട്ടു പോയാൽ അതിനിപ്പോൾ ഖളാ വീട്ടണമല്ലോ, നിർബന്ധമാണല്ലോ. അപ്പോൾ അവൻ്റെ സമയം മുഴുവനും, അവൻ്റെ ആയുഷ്കാലം മുഴുവനും അത് ഖളാ വീട്ടാൻ വേണ്ടി തിരിക്കണം.
പക്ഷെ അവനക്ക് അത്യാവശ്യം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടാവും. ഉറങ്ങേണ്ടി വരും, ഭക്ഷണം കഴിക്കേണ്ടി വരും, അതുപോലെ അവൻ്റെ ജോലിക്ക് പോകേണ്ടി വരും. ഈ ഒരു സമയങ്ങളല്ലാത്ത സമയങ്ങളാണ് ഉദ്ദേശിച്ചത്. ഈ സമയങ്ങളല്ലാത്ത സമയങ്ങൾ മുഴുവനും അവന് വേറൊന്നിലും ഏർപ്പെടാതെ ആ ഫർളായ നിസ്കാരങ്ങൾ നിർവഹിക്കണം. കാരണം അസ്രായിൽ എപ്പോഴാണ് അവൻ്റെ റൂഹ് പിടിക്കുക എന്ന് പറയാൻ കഴിയില്ല, എപ്പോഴാണ് അവൻ മരിക്കുക എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഉദറില്ലാതെ അവന് ഒഴിവാക്കിയ നിസ്കാരങ്ങൾ പെട്ടെന്ന് തന്നെ അവന് വീട്ടേണ്ടതുണ്ട്. എന്നാൽ ഉദറോടുകൂടെ നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങളാണെങ്കിൽ അവൻ്റെ ആയുഷ്കാലത്തിൽ അവന് അതിനെ ഖളാ വീട്ടൽ നിർബന്ധം. മരിക്കുന്നതിൻ്റെ മുമ്പ് അതിന് ഖളാ വീട്ടണം. ഉദറില്ലാതാവുമ്പോഴാണ് അവൻ്റെ സമയം മുഴുവനും ഇതിനു വേണ്ടി തിരിക്കേണ്ടത്. ഇനി ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങൾക്കിടയിൽ അവന് ഖളാ വീട്ടുമ്പോൾ തർത്തീബ് സുന്നത്താണ്. ഇപ്പോൾ ആദ്യം ളുഹർ അസർ ഒരു ദിവസത്തെ മൊത്തം നിസ്കാരങ്ങൾ നിസ്കരിച്ചിട്ടില്ല, ചെക്കൻ മടിയായിട്ട് നിസ്കരിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആദ്യം ളുഹർ നിസ്കരിക്കുക, അസർ നിസ്കരിക്കുക, ആ ഓർഡറിൽ നിസ്കരിക്കുക. പക്ഷേ ഈ നഷ്ടപ്പെടുത്തി പോയ നിസ്കാരങ്ങളിൽ ഉദറോടുകൂടെ കാരണത്തോടുകൂടെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും, കാരണം ഇല്ലാതെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ രണ്ടുണ്ടെങ്കിൽ അവിടെ കാരണമില്ലാതെ നഷ്ടപ്പെടുത്തി പോയ നിസ്കാരങ്ങൾ ആദ്യം നിസ്കരിക്കണം. അപ്പോൾ ളുഹറും മഗ്‌രിബും കാരണമില്ലാതെ ഖളാക്കിയാണ്. അങ്ങനെയാണെങ്കിൽ ളുഹറും മഗ്‌രിബും നിസ്കരിക്കുക, എന്നിട്ട് അവന് ളുഹർ അസർ ഇശാ അങ്ങനെ നിസ്കരിക്കുക. അത് നിർബന്ധമാണ്, ഇങ്ങനെ ചെയ്യൽ നിർബന്ധമാണ്. ഉദറില്ലാതെ നഷ്ടപ്പെടുത്തിപ്പോയ നിസ്കാരം ഉദറോടുകൂടെ നഷ്ടപ്പെടുത്തിപ്പോയ നിസ്കാരത്തേക്കാൾ ബന്ധിപ്പിക്കൽ നിർബന്ധമാണ്. അപ്പോൾ ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ തർത്തീബ് നമ്മൾ പറഞ്ഞ് സുന്നത്താണ് തർത്തീബ് ചെയ്യൽ. പക്ഷെ ആ തർത്തീബ് നഷ്ടപ്പെടും, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ തർത്തീബ് നഷ്ടപ്പെട്ടോട്ടെ. ഉദറില്ലാതെ നിസ്കാരം ഖളാ ആക്കിയിട്ടുണ്ടെങ്കിൽ ആ നിസ്കാരം ആദ്യം വീട്ടണം. അപ്പോൾ തർത്തീബ് സുന്നത്താവുന്നത് എപ്പോഴാണ്? ഇപ്പോൾ തർത്തീബ് സുന്നത്താവുന്നത് അവൻ്റെ മുഴു നിസ്കാരങ്ങളും ഉദറോടുകൂടെ നഷ്ടപ്പെട്ടതാണെങ്കിൽ, അല്ലെങ്കിൽ മുഴു നിസ്കാരം ഉദറില്ലാതെ നഷ്ടപ്പെട്ടു പോയെങ്കിലാണ് തർത്തീബ് അവിടെ മുറാഅത്ത് ചെയ്യേണ്ടത്. തർത്തീബ് ക്രമം അനുസരിച്ച് നിസ്കരിക്കേണ്ടത്. ഉദറില്ലാതെയും ഉദറോടുകൂടെയും നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ അവിടെ പിന്നെ തർത്തീബ് സുന്നത്തില്ല. അപ്പോൾ ഈ അധ്യായം അവസാനിച്ചിരിക്കുകയാണ്. ഇനി അടുത്തത് ഇൻഷാ അള്ളാഹ് കുട്ടിയും നിസ്കാരവും എന്നുള്ള വിഷയമാണ്. എപ്പോഴാണ് കുട്ടിക്ക് നിസ്കാരം നിർബന്ധമാകും? എപ്പോൾ കുട്ടിയെ നിസ്കാരം കൽപ്പിക്കേണ്ടത് എപ്പോൾ? ഇതുപോലെയുള്ള കാര്യങ്ങളാണ് പറയാനുള്ളത്. കുട്ടിക്കാലത്ത് എന്തൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം, അവനോട് എങ്ങനെയൊക്കെ പെരുമാറണം, ഇത്യാദി കാര്യങ്ങൾ അടുത്ത അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.